അല്ല ഈ മെന്റൽ ഡിസൂസ വിളിച്ചോണ്ട് പോടോ ഇതിനെ. എന്താ താങ്കൾക്കും ഈ അസുഖം തന്നെയാണോ, മെന്റൽ ഡിസൂസ? അല്ല. ഡോ, താനാ സ്വാമി അല്ലേ, ആൾക്കാരെ പറ്റിക്കുന്ന സ്വാമി? ആൾക്കാരെ പറ്റിക്കുന്ന ഡോക്ടറിനെ എങ്ങനെ അറിയാം? ഡോ, നമ്മള് ഡോക്ടേഴ്സ് ഇതുപോലുള്ള ആൾസ്വാമികളൊന്നും വിശ്വസിക്കാറില്ല. പിന്നെ എന്നും സന്തോഷ് മാധവനെ പോലുള്ളവരെയൊക്കെ കാണുന്നതല്ലേ, അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമില്ല. അതൊക്കെ പോട്ടെ, ഇയാളുടെ പ്രശ്നം എന്തെന്ന് പറ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു സമാധാനമില്ല ഡോക്ടർ. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ കഥയും ഞാൻ ഡോക്ടറിനോട് പറയാം. ഇതാണ് ഡോക്ടർ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഡോ, താനൊരു +2 വിദ്യാർത്ഥിയല്ലേ, കൂടാതെ താൻ ഈ IIT കോച്ചിങ്ങിനും പോണുണ്ട്. പിന്നെ എന്തിനാണോ താൻ ഈ പണം എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പറ്റിക്കുന്നത്? മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ തകർക്കുന്നത് എന്തിനാ? തനിക്ക് പണം ഉണ്ടാക്കാൻ ഇനിയും സമയമുണ്ട്, അത് താൻ ഓർക്കണം. ജീവിതത്തിന്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് തന്നെ വിദ്യാഭ്യാസമാണ്. അതില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. അതുകൊണ്ട് താൻ ഇനിയെങ്കിലും ഈ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റി. താൻ ഇനിയെങ്കിലും ഒരു ജോലി നേടി താൻ പറ്റിച്ചവരുടെ പണമെല്ലാം ഇനിയെങ്കിലും ഒന്ന് കൊടുക്കാൻ നോക്ക്. ഇപ്പോഴെനിക്കെല്ലാം മനസ്സിലായി ഡോക്ടർ. എന്നെ ഇത്രയും നേരം ഉപദേശിച്ചതിന് നന്ദി. ഞാനിനി നന്നായി പഠിക്കാൻ പോവുകയാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. बहती हवा सा था वो, उड़ती पतंग सा था वो, कहाँ गया उसे ढूंढो। हमको तो राहें थी चलाती, वो खुद अपनी राह बनाता, गिरता संभलता मस्ती में चलता था वो। कल की फिक्र सताती, वो बस आज का जश्न मनाता, हर लम्हे को खुल के जीता था वो। कहाँ से आया था वो, छू के हमारे दिल को, कहाँ गया उसे ढूंढो। അങ്ങനെ അച്ചു പഠിച്ച് പരീക്ഷ എഴുതി. ഇന്ന് അച്ചുവിൻ്റെ റിസൾട്ട് അറിയുന്ന ദിവസം. ഈശ്വരാ, പേടിയാന്ന്. എന്താവോ എന്തായി. ഈശ്വര, അവർ 500-നകത്തെങ്കിലും കിട്ടിയാ മതിയായിരുന്നു. അയ്യ. ഓടി കഴുതേ, തേട്ടറാങ്കടി ഓളിഞ്ചാ തേട്ടറാങ്ക്. അയ്യോ,
ഹലോ Hello sir, we are from Microsoft company. We are happy to announce that you are selected as the MD of Microsoft and your monthly salary is 5 lakh rupees. Hello sir, are you there? What's the problem? Nothing. You have to join next week. Okay sir? അങ്ങനെ അച്ചുവിന് മൈക്രോസോഫ്റ്റ് കമ്പനിയിൽ MD ആയി ജോലി കിട്ടി. അവിടെ നിന്നും ലഭിച്ച ശമ്പളം കൊണ്ട് അച്ചു പറ്റിച്ചവരുടെ എല്ലാം പണം തിരികെ നൽകി. ഇന്ന് 1 വർഷത്തിന് ശേഷം അച്ചു തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്. മോനെ, എത്ര നാളായിടാ നിന്നെ കണ്ടിട്ട്? कहाँ गया उसे ढूंढूं, हमको तो राहें थी चलाती, वो खुद अपनी राह बनाता, गिरता संभलता मस्ती में चलता था वो। हमको कल की फिक्र सताती, वो बस आज का जश्न मनाता, हर लम्हे को खुल के जीता था वो।